പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണവുമായി ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ SC/ST ഫണ്ട് കൊള്ളയടിക്കുന്ന സ്ഥാപനമായി മെഡിക്കൽ കോളേജ് മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. SC/ST ഫണ്ട് കൊള്ളയടിക്കുന്ന സ്ഥാപനമായി മെഡിക്കൽ കോളേജ് മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. ദന്തരോഗ വിഭാഗത്തിൽ 4 പോസ്റ്റുകളാണുള്ളത്. ഇതിൽ 4 പേർക്ക് പുറമെ അനുമതിയില്ലാതെ 3 പേരെ നിയമിച്ചുവെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ജൂനിയർ റെസിഡന്റിനെ പത്രപരസ്യമില്ലാതെ നിയമിച്ചു. വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ നിയമിച്ചവരെ പറഞ്ഞുവിട്ടു. എന്നാൽ അന്വേഷണം മുന്നോട്ടു പോയില്ല. നിശ്ചിത യോഗ്യതയില്ലാത്ത ആളെ സൂപ്രണ്ടായി നിയമിച്ചു. മുൻ മന്ത്രിയാണ് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. AK ബാലനും ഷാഫി പറമ്പിലുമാണ് വഴിവിട്ട നിയമനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ഇവിടുത്തെ നിയമനങ്ങളെല്ലാം എല്ലാം വഴിവിട്ടുള്ള നിയമനങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സംസ്ഥാന ഇവിടെ വിജിലൻസിന് പരാതി കൊടുത്താൽ അന്വേഷണം വരുന്നില്ല. സംസ്ഥാന വിജിലൻസിന് പരാതി കൊടുക്കുമ്പോഴാണ് അവർ അന്വേഷിക്കാൻ വരുന്നത്. അവരുടെ റിപ്പോർട്ട് അവിടെ എത്തിയാൽ പിന്നെ അതിൽ തുടർ നടപടി സ്വീകരിക്കുന്നില്ല സർക്കാർ. പരാതി ആയിക്കഴിഞ്ഞാൽ അവരെ വിജിലൻസിൻ്റെ അന്വേഷണം എല്ലാം വന്നു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കും. പക്ഷേ വിജിലൻസിൻ്റെ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആ വഴിവിട്ട നിയമനമാണെങ്കിൽ, നിയമവിരുദ്ധമാണെങ്കിൽ ആ ശമ്പളം തിരിച്ചു പിടിക്കണം. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഒരു കേസിലും പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഒരു കേസിൽ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അന്നത്തെ മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, SC/ST വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിക്കുന്നില്ല. മാർച്ച് 31 പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 31 പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് ആർക്കും പ്രതീക്ഷയില്ല. കാരണം അവിടുത്തെ ഡയറക്ടർക്കും പ്രിൻസിപ്പൽക്കൊന്നും താല്പര്യമില്ല. അവിടെ പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിച്ചാൽ അവർക്ക് ഇത്തരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഒരു പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരു SC/ST വകുപ്പ് മന്ത്രി ഉണ്ടായിട്ട് ആ വകുപ്പിൻ്റെ താഴെ ഒരു മെഡിക്കൽ കോളേജ് പാലക്കാട് നിർമ്മാണം ആരംഭിച്ച് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കാത്തതിൻ്റെ പ്രധാന ഉത്തരവാദി ആരാണ്? അദ്ദേഹം തന്നെയാണ്.